ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ആവിഷ്കാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ. ഹൈക്കോടതി തൽക്കാലം ബീഫ് കടയ്ക്ക് ബീഫ് കഥയ്ക്ക് ഷട്ടറിട്ടു. എത്ര പേരുടെ കഠിനാധ്വാനം, എത്ര പേരുടെ സമയം, എത്ര പേരുടെ ഭാവന. ആരുടെ? ഉത്തരേന്ത്യൻ BJP ഐഡിയോളജിസ്റ്റുകളുടെ. നമ്മുടെ അല്ലല്ലോ. ഇവിടെ കേരളത്തില് ആണായാലും പെണ്ണായാലും ജാതിയോ മതമോ പ്രായമോ നോക്കാതെ ആസ്വദിച്ച് തിന്നുന്ന ഒരു സാധനമാണ് നല്ല വരട്ടിയെടുത്ത ബീഫ്. അതി കയറി കളിക്കണ്ട, കൊത്തി കൊത്തി മുറത്തി കയറി കളിക്കാൻ നോക്കണ്ട. ബീഫ് കഴിച്ച എന്താ കുഴപ്പം? പുരാണത്തില് ശ്രീകൃഷ്ണനെ ചുറ്റിപ്പറ്റിയാണല്ലോ പശുവും ഗോകുലവും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഗണപതിയുടെ വാഹനമാണ് എലി. അപ്പൊ നിങ്ങളുടെ പത്തായത്തില് ഒരു എലി കയറി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അരേ മുഷിക് ജി ആവോ ബൈട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളവും ഒരു വാഴയിലയിൽ തേങ്ങാപ്പൂളും വെച്ചു കൊടുക്കും. ഇനി കിടന്നുറങ്ങുമ്പോ തരത്തില് മൂർക്കം പാമ്പ്. നിങ്ങൾ എന്ത് ചെയ്യും? വൈഫിനെ വിളിച്ചിട്ട് ഗീതാജി ശിവ ശിവ പാല് കൊണ്ടുവരൂ, ദേദോ ദേദോ എന്ന് പറയൂ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. മനുഷ്യന് വേണ്ടുന്ന സാധനങ്ങൾ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇതുപോലത്തുള്ള നമ്പരും കൊണ്ട് ഇവിടെ ആരും വരണ്ട. ഈ നമ്പരൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഇലക്ഷന് വിദ്വേഷ പ്രചരണവും വർഗീയവാദവും ഒക്കെ നിർത്തിയിട്ട് എൻ്റെ പ്രിയ കേരളം എന്നും പറയുന്ന ഒരു ക്യാമ്പയിനും കൊണ്ട് BJP ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സുന്ദരമായ മതേതരത്വമുള്ള വർഗീയതയില്ലാത്ത കേരളത്തിന്റെ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ അങ്ങ് ഇറക്കും. എന്നിട്ട് കൂടെ പറയും എൻ്റെ പ്രിയ കേരളത്തിനെ വികസിത കേരളമാക്കാൻ മോദിജി വരുന്നു. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സോ ചോയ്സ് ഈസ് യോഴ്സ്. ഈ നമ്പറിൽ നമ്മൾ വീഴാൻ നിൽക്കണം.